നമസ്കാരം. Why you check your phone even without notification? ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? നോട്ടിഫിക്കേഷൻ വരാറുമില്ല, ചിലപ്പോൾ വരുമെന്ന് വിചാരിച്ച് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? ഇതെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇതൊരു പ്രശ്നമാണോ? ചിലർ പറയുന്നൊരു പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ നോക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നോ നോക്കുക, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ നോക്കുക, കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നോ നോക്കുക, എന്തെങ്കിലും ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ അത് എൻ്റെ മെസ്സേജ് ആണോ, ചിലപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പേരിൽ ദുഃഖം. എപ്പോഴും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ അല്ലേ? ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ നമ്മെ അതിലേക്ക് നയിക്കും. അത് പിന്നെ ഒരു അഡിക്റ്റായി മാറും. പലരും പറയുന്ന കാര്യമാണ്. ഇത് ശരിക്കും എന്താണ് കാരണം? നിങ്ങളുടെ കുഴപ്പമാണോ? നിങ്ങൾക്കിത് എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ഇത് നിങ്ങളുടെ ഹാബിറ്റായി മാറി. നിങ്ങളുടെ ബ്രെയിനിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ നല്ല മെസ്സേജുകൾ അല്ലെ ലൈക്കുകൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ബ്രെയിൻ അത് റിമെമ്പർ ചെയ്തു, അത് മെമ്മറിയിൽ വെച്ചു. പിന്നീട് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ബ്രെയിൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, നിനക്ക് എന്തോ വന്നു എന്ന്. ഉടനെ നമ്മൾ പോയി നോക്കും. ഇത് പിന്നെ നമ്മുടെ ഹാബിറ്റായി മാറും, സ്വഭാവമായി മാറും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനൊക്കെ വരാതെ വരുമ്പോൾ നമുക്ക് നിരാശയിലേക്ക് പോകും. നമുക്കൊരു സമാധാനം കാണില്ല ജീവിതത്തിൽ. എപ്പോഴും നമുക്ക് ഈ ഒരു ടെൻഷനായിരിക്കും. അത് മാറ്റണ്ടേ? തീർച്ചയായും മാറ്റണം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര കഠിനമായ ഒരു ആഗ്രഹം വരും, നോക്കണമെന്ന്. നമ്മൾ ഒരു 5 മിനിറ്റ് മാക്സിമം പിടിച്ച് നിൽക്കുക. അടുത്ത പ്രാവശ്യം അത് വീണ്ടും കുറച്ച് സമയം കൂടെ കൂട്ടുക. അങ്ങനെ വരുമ്പോൾ അവസാനം ഈ നോട്ടിഫിക്കേഷൻസിനെ വന്നാൽ നമ്മളെ അത് ശല്യം ചെയ്യില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് വരുന്നില്ല. നമ്മളെപ്പോഴെങ്കിലും ഫോൺ നോക്കുമ്പോൾ നമ്മൾ കാണും നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ബ്രെയിൻ എന്തൊക്കെ നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചാലും അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ സ്വഭാവത്തെ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ നോട്ടിഫിക്കേഷൻ വരുന്നോ എന്നോർത്ത് ടെൻഷൻ അടിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.